അസ്സലാമലൈക്കും. ബിൽഡിംഗ് കാണിക്കാനാണ്. ഇതൊക്കെ നമ്മുടെ ഗ്ലാസ്സുകൾ അതിന് വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ കുറേ മെറ്റീരിയൽസ് ഇവിടെയും സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് അന്ന് അയച്ചു തന്ന ആ ഫ്രെയിമിൻ്റെ ഇത്. ഇവിടെ മെറ്റീരിയൽ കാണാം, അത് എടുക്കണം. ഇവിടെ, അവിടെ, ആ ഭാഗത്ത്, ഇതാ ഇവിടെ ഫുള്ള് മെറ്റീരിയൽസ് ഇവിടെ കിടക്കുകയാണ്. നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ അന്ന് ഫോട്ടോ അയച്ചു തന്നില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ സ്റ്റക്കാണ് വർക്ക് ഇവിടെ. നമ്മളൊരു മൊത്തം 7.5 ലക്ഷം രൂപ അതിൽ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഒക്ടോബർ ലാസ്റ്റിൽ ആ പണി നടക്കണമെങ്കിൽ നവംബർ ലാസ്റ്റോട് കൂടിയിട്ട് എല്ലാ വർക്കും ചെയ്ത് തീർന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലൊരു ലാഭവിഹിതം തന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ചിലപ്പോൾ നല്ലതിനായിരിക്കാം, ഇവർ ഒരു ഗുണ്ടായിസം പോലെയൊക്കെ ഇതാക്കിയിട്ട് 5 മിനിറ്റിൻ്റെ പ്രശ്നമുള്ളൂ അടിച്ചു ഒതുക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്കിവിടെ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോലീസിനെ സമീപിച്ചു. അപ്പോൾ പോലീസ് ഒരു മൃദു സമീപനമാണ് എടുക്കുന്നത്, നമ്മൾ പുറത്തൊക്കെ ആളാണെന്നുള്ള രീതിയിൽ. പിന്നെ കമ്മീഷൻ ഓഫീസിൽ നമ്മൾ അവിടെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പൈസ തരാണെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മളെ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കോടതിയിൽ നിന്നൊരു ഓർഡർ മേടിച്ചിട്ട് ഇത് ചെയ്താൽ മതി, എങ്കിലാണ് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ പോലീസിനെ കൂടെ കൂട്ടുപിടിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം കോടതിക്ക് കൊടുത്തു. അടുത്ത മാസം 12-ാം തീയതി ഒരു സിറ്റിംഗ് ഉണ്ട്, ജനുവരി 12. അതിനുശേഷം ഒരു സിറ്റിങ്ങോട് കൂടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ മൊത്തം 7.5 ലക്ഷം രൂപ നമ്മൾ മുടക്കിയതിൻ്റെ ഒറിജിനൽ ബിൽസ് വെച്ചിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം തരും, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ ഇവർ തന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. ഇത് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലമാണ്, 9 റൂമും ആ സൈഡിൽ 2 വീടും മുകളിൽ ഒരു ഫ്ലോറ് ഹാളായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ 2 വീടിൻ്റെ ലീസിന് കൊടുത്താൽ കിട്ടുന്ന എമൗണ്ട് ഏകദേശം ഇവിടെ ഒരു 12-14 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ ഉടനെ തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനന്ന് പറഞ്ഞത്. മാക്സിമം ഡിസംബർ 1 ആകുമ്പോൾ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ തിരിച്ചു തരാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. കഴിയുന്നൊരു ലക്ഷണത്തിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ക്ലാസ്സുകൾ അന്ന് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് സ്റ്റോപ്പായത് ഇപ്പോൾ 15 തിരിച്ച് തുറന്നു. ഇനി 33-35 ക്ലാസ്, അതിൻ്റെ പേപ്പർ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ജനുവരി ലാസ്റ്റ് ആകുമ്പോൾ വീണ്ടും ഓപ്പൺ ആവും. അങ്ങനെയാണ് നിൽക്കുന്നത്. നിങ്ങളോട് എക്സ്ക്യൂസ് ചോദിക്കില്ല, നിങ്ങളൊരു 3 മാസം കൂടെ എനിക്ക് ഒരു പക്ഷേ സമയം നീട്ടി തരേണ്ടി വരും. ഞാനെൻ്റെ വീടിൻ്റെ സ്ഥലം വേറെ വിൽക്കാൻ നോക്കുന്നുണ്ട്. പരമാവധി നടന്നാൽ അത് വേഗം തരാം, ഇല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരണം പടച്ചോനെ വിചാരിച്ചിട്ട്. അസ്സലാമു അലൈക്കും.